എനിക്ക് ഓശാന പാടാനല്ല തന്നെ ഇവിടെ വിളിച്ചു വരുത്തിയത്. എന്റെ ഏട്ടനെ കൊന്നവനെ ഞാൻ വിടില്ല. അതിന് അലക്സാണ്ടർ മരിച്ചില്ലേ? അലക്സാണ്ടർ മാത്രമല്ല, അവന്റെ പരമ്പരയടക്കം മുടിക്കണം എനിക്ക്. 2000-നും 3000-നും ഒക്കെ ബോംബ് വെക്കുന്നവനല്ലേ നീ? ഇപ്പോ 10 ലക്ഷം തരാം. എവിടെ, എപ്പോ, എങ്ങനെ ബോംബ് പൊട്ടിക്കണമെന്ന് എനിക്കറിയില്ല. എന്നാൽ അലക്സാണ്ടറുടെ മകൻ ജോർഡാൻ പൊട്ടിച്ചിതറണം. ഈ വണ്ടിയിൽ സ്ഫോടക വസ്തുക്കളുണ്ടെന്ന് അറിഞ്ഞിട്ടാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. മര്യാദയ്ക്ക് വണ്ടി പോലീസ് സ്റ്റേഷനിലേക്ക് എടുക്കണം. ഇല്ലെങ്കിൽ നിന്നെ ഷൂട്ട് ചെയ്ത് വണ്ടി സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകും. നോ, ഞാൻ തന്നെ വണ്ടി സ്റ്റേഷനിലേക്ക് കൊണ്ടുവരാം. പോയി എടുക്കടാ, ഓടാ. ഇല്ലീഗൽ ബിസിനസിന്റെ തലപ്പത്തിരിക്കുന്ന ഒരു ഉഗ്രൻ കൊമ്പൻ സ്രാവാണ് ഈ സൂര്യദാസ്. ഇവൻ പോലീസിന് തന്നെ ഒരു വൻ ഭീഷണിയായിരിക്കുകയാണ്. ഇത് വിക്രം ദാസ്, സൂര്യദാസിന്റെ മൂത്ത മകൻ. ഹീസ് ദ മോസ്റ്റ് ഡേഞ്ചറസ് ക്രിമിനൽ. ഇവന്റെ കളി അങ്ങ് ഇന്റർനാഷണൽ ലെവലിലാണ്. ഇത് സൂര്യദാസിന്റെ യങ്ങർ സൺ സഞ്ജയ് ദാസ്. അച്ഛന് വേണ്ടിയുള്ള എല്ലാ തേർഡ് റേറ്റ് ഗെയിമുകളും ഇവന്റെ വകയാണ്. ബട്ട് വി ഡോണ്ട് ഹാവ് എനി സോളിഡ് എവിഡൻസ്. പലതവണ പിടികൂട്ടിയിട്ടുണ്ടെങ്കിലും ഹൈ ലെവൽ പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസ് കൊണ്ട്
അവന്മാർ രക്ഷപ്പെട്ടിട്ടുണ്ട്. ഇനി അത് സംഭവിക്കാൻ പാടില്ല. സർ, ഇന്നലെ ആയുധങ്ങളുമായി പിടിക്കപ്പെട്ടയാൾ ഈ സൂര്യദാസിന്റെ ആളാണ്. അത് നിങ്ങൾ പറഞ്ഞതുകൊണ്ട് കാര്യമായില്ല. അവന്റെ വായിൽ നിന്ന് തന്നെ സൂര്യദാസിന്റെ പേര് കേൾക്കണം. ഞാൻ പറയിപ്പിക്കും സർ. ജാജ്, നിനക്ക് ജീവനോടെ പോണമെങ്കിൽ സത്യം പറ. സത്യം ഞാൻ പറയാം. എന്നെ രക്ഷിക്കാൻ എന്റെ ബോസ് വരും. അടികൊണ്ട് ചാകണ്ടെങ്കിൽ just tell me who is your boss. നിങ്ങൾ അടിക്കുന്ന ഓരോ അടിക്കും എന്റെ ബോസ് തിരിച്ചടിക്കും. Stop. പോലീസിനെ പറ്റി നിനക്കറിയില്ല. എന്റെ ബോസിനെ കുറിച്ച് പോലീസിനും അറിയില്ല. എന്റെ ബോസിനെ നിങ്ങൾക്ക് തൊടാൻ കഴിയില്ല. പക്ഷേ എന്റെ ബോസ് വന്നാൽ പിന്നെ നിങ്ങൾക്ക് രക്ഷയില്ല. എന്താടാ പറഞ്ഞ? Don't move. Go back. Go. Come. Nikhil, come. Stop that. Stop. Nikhil, one minute. No. Follow them. പോലീസുകാരിൽ നിന്ന് നീ എങ്ങനെ രക്ഷപ്പെട്ടടാ? ബോസ്, നിങ്ങൾ അയച്ചവനാ എന്നെ രക്ഷിച്ചത്. ഞാൻ അയച്ചവനോ? അതെ. ഏയ്, ഞാൻ ആരെ അയച്ചിട്ടില്ല. പിന്നെ അവനാരാ എന്നെ രക്ഷപ്പെടുത്തിയത്? ആരാടാ അവൻ?
ആരാടാ നീ? ജോർദാൻ. സൺ ഓഫ് അലക്സാണ്ടർ. ഏത് അലക്സാണ്ടർ? 23 വർഷങ്ങൾക്ക് മുമ്പ് നിനക്കും നിന്റെ ബോസിനും, എന്തിന് നിന്നെപ്പോലുള്ള സകല ക്രിമിനൽസിനും പേടി സ്വപ്നമായിരുന്ന അലക്സാണ്ടർ. ആ അലക്സാണ്ടറുടെ ഏക മകൻ ജോർദാനാടായി ഞാൻ. നീ അപ്പൊ ചത്തില്ലേ? നിങ്ങളൊക്കെ ജീവിച്ചിരിക്കുമ്പോ ഞാൻ എങ്ങനെ ചാവാനാടാ? എന്നാൽ ഇന്ന് ചാവും. ഡേയ്, നിന്നെ ഞാൻ വെറുതെ വിടുന്നത് ലോകത്തിന് മുമ്പിലും പ്രത്യേകിച്ച് നിന്റെ പാർട്ട്ണർ സൂര്യദാസിനും ഈ ജോർദാൻ ജീവിച്ചിരിപ്പുണ്ടെന്ന് അറിയിക്കാൻ വേണ്ടിയാ. പോയി പറ. നമ്മളെല്ലാം വിചാരിക്കുന്ന പോലെ ജോർദാൻ മരിച്ചിട്ടില്ല. അവന്റെ അപ്പന്റെ സാമ്രാജ്യം തിരിച്ചുപിടിക്കാൻ ഭാഗമായി എത്തിയിട്ടുണ്ട്. പൂട്ടാനോ ജനിച്ചവൻ ഞാൻ, ധനിച്ചൊരി ലോകത്തെ ജയിച്ചവൻ ഞാൻ, ചെറുക്കുവാൻ പോരല്ലേ പിഴയ്ക്കുമേ ഞാൻ, പടച്ചവൻ നേരിട്ടിന്നയച്ചവൻ ഞാൻ, നല്ലവൻ നീയെങ്കിൽ പരമരുളും ഞാൻ, വില്ലനോ നീയെങ്കിൽ കൊലവിളി ഞാൻ, എന്നെ നീ മാനിച്ചാൽ ഉയരെ തരും ഞാൻ, എന്നെ നീ നിന്ദിച്ചാൽ ഉടലറിയും ഞാൻ, സ്നേഹമായി നിന്നാൽ കരുണ തരും ഞാൻ, ദേശമോ കാണിച്ചാൽ മരണം തരും ഞാൻ, നീക്കാനോ പഠിച്ചവൻ ഞാൻ, കളിക്കളം നേടാനോ ഇടുക്കണി ഞാൻ, ഒരിക്കലോ തെറ്റിച്ചാൽ പൊറുക്കുമില്ല, മനം കൊണ്ടു തെറ്റിച്ചാൽ കുടുക്കിടും ഞാൻ.
എത്ര നേരമെന്ന് പറഞ്ഞാ നമ്മൾ ഇങ്ങനെ കാത്തിരിക്കുക? ആരെങ്കിലും കൊള്ളി വെക്കണ്ടേ? അങ്ങനെ ആരെങ്കിലും കൊള്ളിവെക്കാൻ കൃഷ്ണദാസ് ഒരിക്കലും അനാഥനൊന്നുമല്ലല്ലോ. അയാൾക്കേ എന്തിനും തയ്യാറല്ല കൂടെ പറഞ്ഞ ഒരു സഹോദരനുണ്ട്. ഉണ്ടായിട്ടെന്താ കാര്യം? കൊള്ളി വെക്കാൻ ആളെത്തണ്ടേ? അങ്ങനെ ആരെങ്കിലും കയറി കൊള്ളി വെച്ചാലേ കൊള്ളി വെക്കുന്നവന്റെ കുടുംബം അടച്ചു കൊള്ളി വെക്കുന്നവനാ സൂര്യദാസ്. അവനിപ്പൊ ഇങ്ങ് എത്തും. ബോംബ് വെച്ച് കൊന്നത്. ഇപ്പൊ എങ്ങനെ അവൻ ഉയർത്തെഴുന്നേറ്റ് വന്നു? എന്നോട് ക്ഷമിക്കണം. അവരെ കൊല്ലുന്നതിന് നിങ്ങൾ എനിക്ക് 10 ലക്ഷം രൂപ തന്നു, ശരിയാ. പക്ഷെ അവരെ കൊല്ലാതിരിക്കാൻ വേണ്ടി ഖാദർ എനിക്ക് 15 ലക്ഷം തന്നു. അത് മാത്രമല്ല, ലോകത്തിന് മുമ്പിൽ ഖാദറും ജോർദാനും മരിച്ചു എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി 5 ലക്ഷം രൂപ വേറെയും തന്നു. പണത്തിന് ആഗ്രഹിച്ച നീ ഇനി ജീവിക്കാനും ആഗ്രഹിക്കണ്ട. എന്നെ കൊല്ലല്ലേ, കൊല്ലല്ലേ. ഇനി നീ ജീവിച്ചിരുന്നാൽ ഞങ്ങൾ ജീവിച്ചിരിക്കുന്നതിൽ അർത്ഥമില്ല. നീ ആരടാ ഇത്രയും ബിൽഡപ്പ് കൊടുക്കാൻ? ബിൽഡപ്പാ ചുമ്മാ ഒരു എൻട്രി പഞ്ച്. എൻട്രി പഞ്ച് കട നിൽക്കട്ടെ, നീ ആരാ? ഐ ആം തീപ്പൊരി തങ്കപ്പൻ, സൺ ഓഫ് ബോം ഭാസ്കരൻ. ഈ ദ്രോഹിയുടെ മകനാണോ നീ? നോ, ഈ ത്യാഗിയുടെ അച്ഛനാണ് അയാൾ. എന്നാൽ ഈ ത്യാഗിയുടെ മുമ്പിൽ വെച്ച് ഈ അച്ഛന്റെ ജീവൻ പോണത് നീ കാണണം. അത് കണ്ട് നീ രസിക്കണം. ഓക്കെ, ഇയാള് ജീവിച്ചിരുന്നിട്ട് ഒരു കാര്യമില്ല. മോനെ, അച്ഛൻ മരിച്ചാൽ അച്ഛന് നഷ്ടമല്ല, പക്ഷെ എനിക്ക് നഷ്ടമേ ഇല്ല. നഷ്ടം നിങ്ങൾക്ക് രണ്ടുപേർക്കും. നീ എന്താ തമാശ പറയാണോ? വില്ലന്മാരോട് പൊതുവെ ഞാൻ തമാശ പറയാറില്ല, പ്രത്യേകിച്ച് ഈ സിറ്റുവേഷനിൽ നിങ്ങൾ ചിരിക്കാനേ പാടില്ല. സീനിന്റെ ടെമ്പോ പോകും. പിന്നെ ഞാൻ സീരിയസ് ആയിട്ട് പറയാം, ജോർദാൻ ജീവിച്ചിരിക്കുന്നു എന്നുള്ള കാര്യം നിങ്ങൾക്കറിയാം, പക്ഷെ എവിടെ ഉണ്ടെന്ന് നിങ്ങൾക്കറിയില്ലല്ലോ. എന്നാൽ എനിക്കറിയാം. ജോർദാൻ ഇപ്പോഴും ഇടയ്ക്കിടയ്ക്ക് എന്നെ ഫോണിൽ ബന്ധപ്പെടാറുണ്ട്. അവനിപ്പോ എവിടെയുണ്ട്? അവൻ എവിടെ ഉണ്ടെന്ന് ഇതുവരെ ഞാൻ ചോദിച്ചിട്ടില്ല. ഇനി ചോദിക്കാം, നിങ്ങൾക്ക് വേണ്ടി. തങ്കപ്പാ, ഇനി മിണ്ടിയാൽ ഞാൻ തന്നെ കൊല്ലും. നീ ഈ പറഞ്ഞത് ഞങ്ങൾ എന്നെ വിശ്വസിക്കും? എന്റെ അച്ഛന്റെ ജീവനാണ് നിങ്ങൾക്ക് വേണ്ടതെങ്കിൽ ഞാൻ പറയുന്നത് വിശ്വസിക്കണ്ട. പക്ഷേ ജോർദാന്റെ ജീവനാണ് നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ എന്നെ വിശ്വസിക്കണം. ഓക്കെ, വിശ്വസിക്കുന്നു. ജോർദാന്റെ ജീവന് വേണ്ടി നിന്റെ അച്ഛന്റെ ജീവൻ ഇപ്പൊ തരുന്നു. ഇതിലെന്തെങ്കിലും തരികിട കാണിച്ചാൽ നീയും ക്ലോസ്, എന്റെ അപ്പനും ക്ലോസ്. വടവനെ, നീ എന്തൊക്കെ ഗുരുവ. അവര് പോയിട്ടില്ല. അവര് പോയി എന്നാ പറ. നീ പറഞ്ഞൊക്കെ സത്യമാണോ? അലക്സാണ്ടറുടെ മകൻ ജോർദാൻ നിന്നെ വിളിച്ചായിരുന്നോ? അലക്സാണ്ടറിന് അറിയില്ല, പിന്നല്ലേ മകൻ ജോർദാൻ. അപ്പൊ പിന്നെ നീ പറഞ്ഞോക്കെ. കല്ല് വച്ച നുണ. ഇന്ന് നീ എന്നെ രക്ഷപ്പെടുത്തി. പക്ഷെ ഇനി അവര് വന്ന് ചോദിച്ചാൽ നീ എന്ത് പറയും? എല്ലാ അച്ഛന്റെ ബുദ്ധിയാണ്. എടാ പൊന്നുമനെ, ചതിക്കല്ല. ഞാൻ രക്ഷപ്പെടുത്താം, 10 ലക്ഷം രൂപ തന്നാൽ. ആലോചിക്ക്.
say my name, my swag brag. I ain't tryna bring back flashbacks. I'ma call shorty, then my busted baby. You my hearty, trust me lady. Ain't no plies, you gon' need no ties. Make me fly into the sky. Miss Monroe, or one more. Burn my desire, my jade is fire. ചങ്ങാത്തം കുരിച്ചിടാൻ വാ ഉള്ളിൻ താളിൽ പുതുപ്പാട്ടുമായി ഉറങ്ങി കൂടിടാം റോക്കിന്റെ താളം പേരിടാം കുതിച്ചോടി വാ ഇതൊക്കെയാതെ വാ കണ്ണാടി പോലെ മുന്നിൽ വാ കഴിഞ്ഞ കാലം ചൊല്ലിടും പഴംപുരാണം പാടല്ലേ കളിക്കടത്തിൽ വീരോടെ വാ ഡിങ്കണിങ്ക ഡിങ്കാണി ഡിങ്കണിങ്ക ഡിങ്കാണി ഡിങ്കണിങ്ക ഡിങ്കാണിങ്ക കേട്ടുപൊട്ടിയ പോലെ വെക്കം പായാണ് ലോകം കൂട്ടിയിട്ടൊരു നെഞ്ചിൽ തകിലടി കൂട്ടിമുട്ടിയ കണ്ണിൽ കൂത്താടുന്ന കുറുമ്പേ കടത്തിവിട്ടവനാരാണെന്നേ ചിൽക്കുമ്പിളിൽ ഉന്മാദമോ തുള്ളുന്ന കാണാനില്ലേ വിളിക്കും നിതാ കൊതിക്കുണ്ണുകൾ വേദാന്തമേ നീച്ചില്ലേ പഠിച്ചതൊന്നും പോരന്നെ നിന്നയാകെ രോമാഞ്ച പുതപ്പ കൊണ്ടേ വീണ്ടും മുടാൻ മുങ്ങിടല്ലേ പിന്മാറാൻ തുനിങ്ങിടല്ലേ പോയി പോകും സുഖങ്ങളെല്ലാം ദൂരെ ദൂരെ ഉറുമ്പാകയും ഉദിക്കിടാനോ വാ നിന്നൊന്ന രാവിൻ വേദിയിൽ കടം നൽകുമോ മുടങ്ങാതെ നീ പൊന്മേനി നൂരോ കൊയ്തുതാ ഡിങ്കണിങ്ക ഡിങ്ക ഡിങ്ഡാ ഡിങ്ഡക ഡിങ്ഡാ ഡിഡാങ്ക ഡിങ്ഡക ഡിങ്ഡാ ഡിങ്ഡടാ കൂട്ടിമുട്ടിയ കണ്ണിൽ കൂത്താടുന്ന കുറുമ്പേ കടത്തിവിട്ടവനാരാണെന്നേ ജോ പറ. സർ ഡീൽ ഓക്കെ. ഗുഡ്. ബോക്സ് ചേഞ്ച് ചെയ്യാമല്ലോ? ചേഞ്ച് ചെയ്തോളൂ. ഓക്കെ സർ. ഓക്കെ. യാ ലെറ്റ്സ് പ്രൊസീഡ്. നിനക്ക് മണി വേണം, നിനക്ക് സ്റ്റഫും, എനിക്കിത് രണ്ടും വേണം. നിന്നെ വിശ്വസിച്ചാണ് ഞങ്ങൾ കൊച്ചിയിൽ ബിസിനസ് ആരംഭിച്ചത്.
ഇന്നലെ ഞങ്ങൾ 2 ആളുകളെ അവൻ വെടിവെച്ചു കൊന്നു. So my losses are 20 million, including both the stuffs. ഇനി നിങ്ങളെ രണ്ടുപേരെയും വിശ്വസിച്ച് എനിക്ക് ബിസിനസ് നടത്താൻ പറ്റില്ല. ഞാൻ മറ്റാരെങ്കിലും നോക്കിക്കൊള്ളാം. ഗുഡ് ബൈ. ഈ ബിസിനസിന് ആവശ്യമില്ലാത്ത ആളെ ജീവനോടെ വിടാൻ പാടില്ല. നമ്മുടെ ബിസിനസ്സിന് ചാവേണ്ടത് ഇവനല്ലായിരുന്നു, ആ ജോർദാൻ. വിക്രം, നമ്മുടെ ലൈഫില് ഇടങ്കോൾ ഇടാൻ വന്നവനെ വെറുതെ വിട്ടിട്ട് കളി കണ്ട് രസിക്ക. നോ ടെൻഷൻ മൈ ഡിയർ സൺ. ജോർഡാന്റെ കഥ കഴിക്കാൻ വേണ്ടി തേടിക്കൊണ്ടിരിക്കുകയാണ് അവനെ. തേടാൻ അവൻ ഈ ഭൂമിയിൽ നിന്നൊന്നും ചത്തുപോയിട്ടില്ലല്ലോ. അവൻ നമ്മളെ അന്വേഷിച്ചു വന്നവനാ. നിങ്ങൾ അവനെ തട്ടുന്നോ അതോ ഞാൻ അങ്ങോട്ട് വരണോ? ഈ നിസ്സാര കാര്യത്തിന് നീ വരണമെന്നില്ല. നീ ദുബായിലെ ബിസിനസ് ശ്രദ്ധിച്ചാൽ മതി. അവനെ ഞങ്ങൾ അവസാനിപ്പിച്ചോളാം. ബി ഹാപ്പി മൈ ഡിയർ സൺ. യെസ്, തീപ്പൊരി തങ്കപ്പൻ സ്പീക്കിംഗ്, സൺ ഓഫ് ബോം ഭാസ്കരൻ. ആരാണ്? ഞാൻ സഞ്ജയ് ദാസ്, സൺ ഓഫ് സൂര്യദാസ്. സാറായിരുന്നു. സാറിന് 100 ആയുസ. ഞാനും അച്ഛനും കൂടെ ഇപ്പൊ സാറിന്റെ കാര്യം പറഞ്ഞ് നാക്ക് എടുത്തിട്ടേ ഇല്ല. ചുമ്മാ കള്ളം പറയരുത്. നമ്മളിപ്പോ ആരെ പറ്റി ഒന്നും പറഞ്ഞില്ല. അപ്പൊ ഈ ഫോണിൽ ഇപ്പൊ ആരാന്നറിയാം? ആരായാലും എനിക്കെന്താ? ഏത് പുതുവനാണ് ഈ സമയത്ത് ഞങ്ങളെ ശല്യം ചെയ്യുന്നത്? കണ്ണ് നേരത്തൊക്കെ ഞങ്ങളെ വിളിച്ച് ഫോൺ ചെയ്യാൻ നീ ആരടാ? തണ്ടി പട്ടി. ഏയ്, എന്താണ് നിന്ന് കുരയ്ക്കുന്നത്? അടികൊണ്ട് ചാവണോ? ഐ എം സഞ്ജയ് ദാസ്. പറഞ്ഞോ, എന്തുണ്ടെങ്കിലും പറഞ്ഞോ. ഹലോ, ഞാനാ സാറേ, പറയൂ. എന്താടാ 2 ദിവസം കൊണ്ട് ജോർദനെ പറ്റി ഇൻഫോം ചെയ്യാന്ന് പറഞ്ഞിട്ട് അച്ഛനും മോനും കൂടെ അവിടെ നിന്ന് കളിക്കാം? സാർ പറഞ്ഞ വിശ്വസിക്കില്ല. ആ ജോർദാൻ എന്നെ വിളിച്ചിരുന്നു. പക്ഷെ സ്ഥലം മാത്രം അവൻ പറഞ്ഞിട്ടില്ല. ആ സ്ഥലം പറയിപ്പിക്കാനുള്ള ശ്രമത്തിലാണ് ഞാൻ. എടാ തീപ്പൊരി, നിന്റെ ജീവൻ ജോർദന്റെ കയ്യിലാ. പക്ഷെ മരണം എന്റെ കയ്യിലാ. എന്റെ കയ്യിൽ. ഡീലിൽ പറഞ്ഞ എമൗണ്ട് കൊണ്ടുവന്നിട്ടുണ്ടോ? വെപ്പൺസ് റെഡിയാണോ? യാ, എവറിത്തിങ് ഓക്കെ. കാണാൻ പറ്റുമോ? ഷ്യൂർ. ഓക്കെ. ഞാൻ വെപ്പൺസ് കാണിച്ചു. നിങ്ങൾ എമൗണ്ട് കാണിക്കൂ. ഓക്കെ, ഷുവർ. ഇതെന്താ ബോംബ് കൊണ്ടുവന്നിരിക്കുന്നത്? ഞാൻ കൊണ്ടുവന്നതല്ല. Son of Alexander, son of Alexander, son of Alexander, son of Alexander, son of Alexander. ഈ ഡീൽ നിനക്കും ഇയാൾക്കുമല്ല, എനിക്കും നിനക്കുമാണ്. നീയൊന്ന് അനങ്ങിയാൽ എന്റെ ഒരു വിരലമർത്തിയാൽ മതി. ടോട്ടൽ ഗാങ് ഫിനിഷ്.
പേപ്പർ ബോംബ് പൊട്ടിച്ച് അവൻ നിന്നെ വിഡ്ഢിയാക്കിയിരിക്കുകയാണ്. ബിസിനസ്സിൽ വാക്കാണ് പ്രധാനം. പറഞ്ഞ സമയത്തിനുള്ളിൽ എനിക്ക് എന്റെ ചരക്ക് കിട്ടിയിരിക്കണം. സോറി, സംഭവിക്കേണ്ടത് സംഭവിച്ചു. ഡോണ്ട് വറി, 2 ഡേയ്സിനുള്ളിൽ ചരക്ക് നിങ്ങളുടെ കയ്യിലെത്തിയിരിക്കും. ഫോർ ഷോ. വിക്രംദാസ്, ഇപ്പൊ നമുക്ക് ചരക്കല്ല മുഖ്യം. പറയുന്നത് തെറ്റിദ്ധരിക്കരുത്. ജോർദാൻ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം നമുക്ക് ഈ ബിസിനസ് തുടരാൻ പറ്റില്ല. ഞാനൊരു കാര്യം പറയാൻ വിളിച്ചതാ. എന്താ, ജോർദനെ പറ്റിയ വല്ല വിവരം കിട്ടിയോ? വിവരം മാത്രമല്ല, ജോർദാനെയും കിട്ടി. ജോർദനെ കിട്ടി? എന്താ പറഞ്ഞ്? നിങ്ങൾ അവന് ചിതയൊരുക്കാനുള്ള സ്ഥലം ശരിയാക്കി വെക്കൂ. അത് ഞാൻ നോക്കിക്കോളാം. ആദ്യം നീ സ്ഥലം പറ. ഹോട്ടൽ ചക്കേഴ്സ്, റൂം നമ്പർ 6022. ഓക്കെ. നീ ചോദിച്ച 10 ലക്ഷം രൂപ ഞാൻ തന്നതല്ലേ? അതെ. പിന്നെ എന്തിനാടാ ഭാസ്കറിന്റെ മോൻ ഇങ്ങനെ വിവരമില്ലാത്ത കാര്യങ്ങൾ ചെയ്യുന്നേ? മനസ്സിലായില്ല. നീ ഫോൺ ചെയ്തതനുസരിച്ച് അവരവിടെ ചെല്ലും. അവിടെ ചെല്ലുമ്പോ ജോർദാൻ അവിടെ ഉണ്ടാവില്ല. അവർ നേരെ ഇങ്ങോട്ട് വന്ന് നമ്മുടെ കാറ്റ് ഉരുവിടും. അച്ഛൻ അങ്ങനെയൊന്നും വിഷമിക്കണ്ട. അച്ഛൻ കണ്ടോ എന്റെ കളി. ഹലോ, അസിസ്റ്റന്റ് കമ്മീഷണർ അല്ലേ? യെസ്, ഹൂ ഈസ് സ്പീക്കിംഗ്? മാഡം, നിങ്ങൾ അന്വേഷിക്കുന്ന അണ്ടർവേൾഡ് ഡോൺ ജോർദാൻ ഇപ്പോ ഒരു ഹോട്ടലിൽ താമസിക്കുന്നുണ്ട്. ഏത് ഹോട്ടലിൽ? ഹോട്ടൽ ചക്കേഴ്സ്, റൂം നമ്പർ 6022. പെട്ടെന്ന് ചെന്നാൽ അവനെ പിടിക്കാം. നിങ്ങൾ ആരാ? ഇൻഫോമർ. പേര്? പേരാ പറഞ്ഞത്, ഇൻഫോമർ. ഹലോ, സ്വീറ്റ്. നീ എന്ത് ഉദ്ദേശത്തോടെയാണ് അവനെ തേടി വന്നിരിക്കുന്നതെന്ന് ഞങ്ങൾക്കറിയാം. ദിസ് ഈസ് എ ഹോട്ടൽ, എ പബ്ലിക് പ്ലേസ്. സോ ഇമ്മീഡിയറ്റ്ലി നീ ഇവിടെ വിട്ടു പോകണം. അതർവൈസ് ഐ വിൽ അറസ്റ്റ് യു. യു ക്യാൻ ഗോ നൗ. പറയൂ തങ്കപ്പ. എന്തായി? ജോർദാനെ പിടികൂടിയോ? അതോ കൊന്നോ? അതോ വറുത്തരച്ച് തിന്നോ? സോറി മിസ്റ്റർ തങ്കപ്പ. സെയിം ടൈം പോലീസ് ജോർദാനെ മണത്തെറിഞ്ഞ് ഇവിടെ എത്തി. ജോർദാൻ ജസ്റ്റ് മിസ്. നിനക്കത് ജസ്റ്റ് മിസ്, പക്ഷെ ജോർദാൻ അത് ബെസ്റ്റ് മിസ്. ഇതുപോലൊരവസരം ദൈവം പോലും നിനക്ക് കൊണ്ടുതരില്ല. ഈ തീപ്പൊരി തങ്കപ്പൻ നിനക്കത് ഒരുക്കി തന്നു, പക്ഷെ അത് നീ വേസ്റ്റ് ആയി. നോക്ക് സഞ്ജയ്, ഈ ഭാഗ്യം എപ്പോഴെങ്കിലുമേ ഒരു പ്രാവശ്യം വാതിൽ വന്ന് മുട്ടാറുള്ളൂ. ഓരോ പ്രാവശ്യം മുട്ടിക്കൊണ്ടിരിക്കാൻ വ്ളാത്താങ്കര രമണിയുടെ വീടല്ല. മനസ്സിലായോ? ഇത് കൂടെ സംസാരിച്ച എന്റെ മോന്റെ വായ നോവും കേട്ടോ. അവൻ വെച്ചിട്ട് പോയി പേടിത്തോട്ടെ. ഇത് കൂടെ സംസാരിച്ച എന്റെ മോന്റെ വായ നോവും. ദേഷ്യപ്പെടാതെ ഭാസ്കരേട്ടാ, ഒരു ചാൻസ് കൂടി എനിക്ക് തരാൻ തങ്കപ്പനോട് ഒന്ന് പറ. അവന്റെ കഥ ഞാൻ കഴിക്കാം. അങ്ങനെ മര്യാദക്ക് പറ. ഓക്കേ, I am a try. Google பண்ணி பார்த்தேன் உலகத்தில் இவ போல இங்க இன்னொருத்தி பிறந்ததில்ல. ஐயாஹு யாஹு பண்ணி பார்த்தும் இவளை போல எந்த கிரகத்திலும் இன்னொருத்தி கிடைக்கவில்லை. இவ டேட்டிங்காக டின்னர் போன ஸ்டார்டர் நான் தானே, ஷாப்பிங் போக குட்டி போன ட்ராலி நான் தானே, மூவி போன சோக சீனில் கர்ஷிப் நான் தானே. பார்க்கதான் இப்படி ஆளுதான் அப்படி. Meet my girlfriend, my hot and spicy girlfriend.
Open the dig. ആ പറഞ്ഞോ. ആ ജോർദാനെ പൊക്കി സാർ. അവനെ നമ്മളുടെ സ്ഥലത്തേക്ക് കൊണ്ടുപോടാ. എന്റെ കൈ കൊണ്ടാ അവന്റെ മരണം. ജോർദാൻ ഒറ്റയ്ക്കല്ല, അവന്റെ പിന്നിൽ വലിയൊരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്. അതും ഒരു പെണ്ണ്. അവളാണ് ഇന്ന് അവനെ രക്ഷിച്ചത്. ഒരു പെണ്ണാണ് രക്ഷിച്ചതെന്ന് പറയാൻ പന്റെ തടയുമാരെ നിങ്ങൾക്ക് ലജ്ജയില്ലടാ. ഇന്ന് അവൻ രക്ഷപ്പെട്ടു, നാളെ അവൻ രക്ഷപ്പെടാൻ പാടില്ല. അവന്റെ തന്തയുടെ ഓർമ്മ ദിവസമാണ് നാളെ. കല്ലറയിൽ പൂ വെക്കാൻ അവൻ വരും. അപ്പന്റെ കല്ലറയിൽ മോന്റെ ബോഡി വെക്കും നമ്മൾ. ഓക്കെ ഡാഡ്, ഇനി ഈ വെറ്റകളൊന്നും വിശ്വസിച്ചിട്ട് കാര്യമില്ല. നാളെ ഞാൻ തന്നെ കളത്തിലിറങ്ങും. Alexander!
ഹലോ. ഹലോ മിസ്റ്റർ ജോർദാൻ. ഇന്ന് നിന്റെ അപ്പൻ ചത്ത ദിവസം മാത്രമല്ലടാ, നിന്റെ മുത്തച്ഛനും കൂടി ചാവാൻ പോണ ദിവസവാ. വന്ന് വായിക്കരിയിട്ടേച്ചും പോടാ. എന്താ നീ പറഞ്ഞേ? നിന്റെ മുത്തച്ഛന്റെ ജീവൻ ഇപ്പൊ എന്റെ ഉള്ളം കയ്യിലിരുന്ന് അമ്മാനം പാടിക്കൊണ്ടിരിക്കുക. ആ പരട്ടക്കിളവന്റെ ജീവൻ വേണമെങ്കിൽ 10 മിനിറ്റിനകം ഞാൻ പറയുന്ന സ്ഥലത്തേക്ക് വേണം. എടോ, 10 മിനിറ്റിനകം തന്റെ പേരക്കുട്ടിയോട് വന്നാൽ തനിക്ക് പുനർജന്മം കിട്ടും. അല്ലെങ്കിൽ ഈ ഗണ്ണിനകത്തുള്ള 6 ബുള്ളറ്റുകൾ തന്റെ തലമണ്ട പുലർത്തി തലച്ചോറ് തെറിച്ചു പോകും. നീ കളിത്തോക്ക് പിടിച്ച് കളിച്ചു നടന്ന കാലത്ത് ഞാൻ എന്റെ ഒറിജിനല് ആധികാരികമായിട്ട് ഉപയോഗിച്ചിട്ടുള്ളവനാണ്. എടോ, തന്റെ ഫ്ലാഷ് ബാക്ക് ഒന്നും വേണ്ട, പ്രസന്റ് മാറ്ററിലേക്ക് വാ. പ്രസന്റ് ആയാലും പാസ്റ്റ് ആയാലും ഫ്യൂച്ചർ ആയാലും ഞാൻ തന്നെ ആയിരിക്കൂടാ. തല നരച്ചപ്പോ തന്റെ തലയ്ക്കുള്ളിലെ ബുദ്ധി മരവിച്ചോ? ഇത് തന്റെ കൊച്ചുമോൻ, സൺ ഓഫ് അലക്സാണ്ടർ. സിംഹത്തിന് പിറക്കുന്നത് സിംഹക്കുട്ടിയായിരിക്കും, പുലിക്ക് പിറക്കുന്നത് പുലിക്കുട്ടിയും. അല്ലാതെ പൂച്ച പിറക്കില്ലടാ. താൻ എന്താ പറഞ്ഞത്? ഇവൻ എന്റെ അലക്സാണ്ടറുടെ മകനാവില്ലെന്ന്. മുത്തച്ഛൻ എന്നെ രക്ഷിക്കാൻ വേണ്ടി കള്ളം പറയാ. ഐ ആം ജോർദാൻ, സൺ ഓഫ് അലക്സാണ്ടർ. കൊല്ലണമെങ്കിൽ എന്നെ കൊന്നോ? എടാ കൊച്ചനെ, സ്വന്തം തന്തയെ മാറ്റി പറയരുത്. വല്ലവർക്കും ജനിച്ചവനെ എന്നെ അലക്സാണ്ടറുടെ മകനാക്കാൻ നോക്കണ്ട. പിന്നെ എവിടെയോ തന്റെ കൊച്ചുമോൻ? എന്റെ ദേഹത്തൊരു ബോറലേറ്റാൽ നീ ഫോണൊന്നും ചെയ്യണ്ട. ഈ ലോകത്തിന്റെ ഏത് കോണിലുണ്ടെങ്കിലും അവനിവിടെ പറഞ്ഞ് അലക്സാണ്ടർ മരിച്ച് മണ്ണോട് മണ്ണ് ചേർന്നെന്ന് കരുതിയോ? ഇല്ല ഇല്ല, അവൻ ജനിച്ചു. ജോർദാന്റെ സിരകളിൽ ഓടുന്നത് അലക്സാണ്ടറുടെ രക്തമാണ്. നിന്റെ സമയം മോശമാണ്, വളരെ മോശം. എന്റേത് നല്ലത്. അവൻ എത്തുകൂടെ.
Jordan, son of Alexander, son of Alexander, son of Alexander, son of Alexander, son of Alexander. എന്തൊക്കെ ഞാൻ വേണ്ടാന്ന് വെച്ചുവോ അതെല്ലാം നീ ചെയ്ത് എന്റെ പേര് നശിപ്പിച്ച് എന്നെ ഒരു കൊലപാതകയെ മാറ്റി. പക്ഷെ ഞാൻ കൊല്ലാൻ പോകുന്ന ആദ്യത്തെ ആൾ നീയാണ്. വേണ്ട, കളി നമുക്ക് കാണാം. ഇവരാരെങ്കിലും ഒരാൾ ചാവും. അവശേഷിക്കുന്നവനെ നമുക്ക് അവസാനിപ്പിക്കാം. ഓക്കെ. സഞ്ജയ്, കം. വേഗം പോവാം. സോറി മിസ്റ്റർ ജോർഡൻ, തെറ്റ് അദ്ദേഹത്തിന്റെ ഭാഗത്തല്ല. ഞങ്ങൾ പോലീസ് ഡിപ്പാർട്ട്മെന്റിന്റേതാണ്. ഹി ഈസ് നോട്ട് എ ക്രിമിനൽ. ഹി ഈസ് ഡെപ്യൂട്ടി കമ്മീഷണർ ഓഫ് പോലീസ്. പേര് ജോൺ പീറ്റർ. ഇന്ന് സൂര്യദാസിന്റെ ഫാമിലി ഈ കൊച്ചി നഗരത്തെ തന്നെ പിടിച്ചു കുലുക്കിക്കൊണ്ടിരിക്കുകയാണ്. മുള്ളിനെ മുള്ളുകൊണ്ട് തന്നെ എടുക്കണം, അതേപോലെ റൗഡിയെ റൗഡിയെ കൊണ്ട് തന്നെ ഒതുക്കണം. അതിന് ഞാൻ എന്ത് ചെയ്യണം സർ? We have not called you here as a special police officer. Instead, special rowdy ആയിട്ടാണ്. എനിക്ക് മനസ്സിലാവുന്നില്ല. ഇവർക്കൊക്കെ ഒരു കാലത്ത് വെല്ലുവിളി ഉയർത്തിയവനായിരുന്നു അലക്സാണ്ടർ. അവൻ മരിച്ചുപോയി. അവന്റെ ഏക മകൻ ജോർദാനും കൊല്ലപ്പെട്ടു. എന്നാൽ നമ്മുടെ ഡിപ്പാർട്ട്മെന്റിനെ സംബന്ധിച്ചിടത്തോളം ജോർദാൻ മരിച്ചിട്ടില്ല. മിസ്റ്റർ ജോൺ പീറ്റർ, ഇന്നു മുതൽ നിങ്ങളാണ് ജോർദാൻ. ഓക്കെ സർ. ഈ വിഷയം നമ്മൾ 3 പേരുമല്ലാതെ വേറെ ആരും അറിയാൻ പാടില്ല. We are extremely sorry, Mr. Jordan, for misusing your name. We followed John Peter for safety. We are extremely sorry, Mr. Jordan. It's okay. മുത്തശ്ശ, ഞാൻ ഇന്നത്തെ ബാക്കി പോണില്ല. മുത്തശ്ശന്റെ കൂടെ തന്നെ നിൽക്കാം. വേണ്ട, ഞാൻ നിന്റെ നന്മയ്ക്ക് വേണ്ടിയാണ് പറയുന്നത്. ഒരിക്കലും നീ ഇവിടെ നിൽക്കരുത്. ഞാൻ പറയുമ്പോൾ നീ ഇങ്ങോട്ട് വന്നാൽ മതി. ജോർദാൻ അതുവരെ ഖാദറിന്റെ കൂടെ ദുബായിൽ നിന്ന് പഠിച്ച് മിടുക്കനായി വലിയ ആളായിട്ട് ഈ മുത്തശ്ശന്റെ മുമ്പ് വരണം. ഇത് നിന്റെ അച്ഛന്റെ ആഗ്രഹം കൂടിയായിരുന്നു. ശരി മുത്തശ്ശ. മുത്തച്ഛൻ എന്ത് പറഞ്ഞാലും ശരി, ഈ നിലയിൽ മുത്തച്ഛനെ തനിച്ചാക്കി ഞാൻ എവിടേക്കും പോകുന്നില്ല. ദൈവത്തിൻ്റെ അനുഗ്രഹവും മുത്തച്ഛൻ്റെ അനുഗ്രഹം എനിക്കുള്ളപ്പോൾ ഞാൻ എവിടെയായാലും സുഖമായി ജീവിക്കും. എൻ്റെ അപ്പൻ ജനിച്ചു വളർന്ന മണ്ണ് വിട്ട് ഇനി ഞാൻ എങ്ങോട്ടും പോവില്ല. നീ ഇവിടെ താമസിച്ചാൽ നിന്നെയും നിന്റെ അപ്പൻ അലക്സാണ്ടറെ പോലെ ആക്കും ഇവർ.
അതുണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ് നിന്നെ ഖാദറിന്റെ കൂടെ വിദേശത്ത് അയച്ചു വളർത്തിയത്. നിന്റെ സുരക്ഷയാണ് എനിക്ക് പ്രധാനം. നീ ഇന്ത്യയിലുള്ള ഏത് നിമിഷവും ആപത്ത് നിന്നെ തേടി വന്നുകൊണ്ടിരിക്കും. ഈ മുത്തച്ഛനോട് മോന് സ്നേഹമുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് നീ ഇവിടുന്ന് പോണം. ശരി മുത്തച്ഛൻ, ഞാൻ പോവാം. പക്ഷെ മുത്തച്ഛന് ഈ പേരക്കുട്ടിയോട് സ്നേഹമുണ്ടെങ്കിൽ എൻ്റെ കൂടെ വരണം. എന്താ സാർ, പേരക്കുട്ടിയെ സ്നേഹിക്കുന്നുണ്ടോ ഇല്ലയോ? നീ മിണ്ടാതിരിക്കടാ. ശരി മോനെ, എനിക്ക് ലോകത്തിൽ സ്വന്തമായി ആകെയുള്ളത് നീ മാത്രമാണ്. മോൻ ആദ്യം പോ, മുത്തശ്ശൻ പിന്നാലെ വന്നോളാം. കുഴപ്പമില്ല സാർ. ഓക്കെ സാർ. സാർ ഞാൻ പിന്നെ വിളിക്കാം. ഓക്കെ. യാ, കൺഗ്രാറ്റുലേഷൻ സാർ. ജോർദാന്റെ കേസ് ഡീൽ ചെയ്യുന്ന ഞാൻ പോലും അറിയാതെ നിങ്ങൾ ജോർദാനായി ആക്ട് ചെയ്ത് കേസ് ഫിനിഷ് ചെയ്തു. നിങ്ങളെപ്പോലെ ചുറുചുറുക്കുള്ള യൂത്ത് ഓഫീസേഴ്സ് നമ്മുടെ ഡിപ്പാർട്ട്മെന്റിലുണ്ടെങ്കിൽ എത്രയോ കേസുകൾ വളരെ നിസ്സാരമായി തെളിയിക്കാം. താങ്ക്സ്, ഇറ്റ്സ് മൈ ഡ്യൂട്ടി. ACP മാഡം നിങ്ങളെ വളരെ അർജന്റായിട്ട് കാണണമെന്ന് പറഞ്ഞു. ഷുവർ, ലെറ്റ്സ് മൂവ്. എന്താ ഷോക്കായോ? നിന്നെ പോലെ ഒരു പോലീസ് ഓഫീസർക്ക് എന്നെ കണ്ടാലേ ഷോക്കാവും. ACP മാഡത്തെ കാണാമെന്നതല്ലേ? കണ്ടിട്ട് പോ. മാഡം, ജോൺ പീറ്റർ ഹാസ് കം ടു സീ യു. പ്ലീസ് കം. നീയൊന്നും ഇനി ജീവിക്കേണ്ട. പറയൂ മുത്തച്ഛ. മോനെ, നീ പെട്ടെന്ന് വീട്ടിലേക്ക് വാ. അയ്യോ, ഫ്ലൈറ്റിന് സമയമായി, എയർപോർട്ടിലേക്ക് പോവാ. നിന്നോട് പെട്ടെന്ന് ഇവിടെ വരാനല്ലേ ഞാൻ പറഞ്ഞത്. അങ്ങനെ എന്ത് പ്രശ്നമാണ് മുത്തച്ഛ? ജീവൻ പോകുന്ന പ്രശ്നമാണ് മോനെ, നീ ഒന്ന് വേഗം വാ. അലക്സാണ്ടറുടെ പരമ്പര ജീവിച്ചിരുന്നാൽ ഈ സൂര്യദാസ് ജീവനോട് ഇരിക്കുന്നതിൽ അർത്ഥമില്ല. ഇത്രയും കാലം എന്നെ കബളിപ്പിച്ച് നിന്റെ പേരക്കുട്ടി ജീവിച്ചിരുന്നത് തന്നെ അവന്റെ മഹാഭാഗ്യം. തനിക്ക് അവനെ ദുബായിലേക്ക് അയക്കാനല്ലേ പറ്റുള്ളൂ. ഈ സൂര്യദാസിന് അവനെ പരലോകത്തേക്ക് അയക്കാൻ കഴിയും. വരട്ടെ അവൻ.
മുത്തശ്ശൻ ജീവൻ പോകുന്ന പ്രശ്നമെന്ന് പറഞ്ഞപ്പോ എല്ലാം ഞാൻ ഊഹിച്ചു. ഇത് നീ ഒട്ടും പ്രതീക്ഷിച്ചില്ലല്ലേ? അതാണ് സൺ ഓഫ് അലക്സാണ്ടർ. 23 വർഷങ്ങൾക്ക് മുമ്പ് നിന്റെ ജ്യേഷ്ഠൻ കൃഷ്ണദാസും അലക്സാണ്ടറും തമ്മിലായിരുന്നു വഴക്ക്. അതെല്ലാം കഴിഞ്ഞ കഥ. പഴയ പക ഞങ്ങളോട് തീർക്കാൻ വന്നാല് ആ പക ഞങ്ങളെ നശിപ്പിക്കില്ല, നിന്നെ നശിപ്പിക്കും. നിന്റെ തോക്കൊന്ന് ചലിച്ചാൽ അവന്റെ ഭാഗത്തുനിന്ന് ഇടിവെട്ടും. കത്തിച്ചാമ്പലാകും നീ. ഇപ്പോ അവൻ അവന്റേതായ വഴിയുണ്ട്, നീ നിന്റെ വഴി നോക്ക്. വെറുതെ അവനെ ശല്യപ്പെടുത്തണ്ട. ഈ നിമിഷം നിന്നെ നിന്റെ മകനെ കൊല്ലാൻ കഴിയും. പക്ഷേ എല്ലാം ഞങ്ങൾ ക്ഷമിക്കുന്നു. എന്റെ കൺമുമ്പിൽ നിന്ന് മോനെ വിളിച്ചോണ്ട് ഇറങ്ങിപ്പോ. പോടാ, ഇറങ്ങി. മുത്തച്ഛ, ഒന്നും പറ്റില്ലല്ലോ? ഒന്നുമില്ല മോനെ. മോനെ, നീ ഈ ലോകത്തിന്റെ ഏത് കോണിലിരുന്നാലും ശരി, ഇവര് നിന്നെ ജീവിക്കാൻ അനുവദിക്കില്ല. നിന്റെ അപ്പൻ ചെയ്ത ഒരേ ഒരു തെറ്റ് ഇവരെ ജീവനോടെ വിട്ടതാണ്. ആ തെറ്റ് നീ ആവർത്തിക്കരുത്. ഈ വിഷപ്പാമ്പുകളെ ചുട്ടഴിക്കണം. ആ ACPയും സ്പെഷ്യൽ ഓഫീസറും ചത്തതുകൊണ്ട് കാര്യമായില്ല. ഇനി ആ പോലീസുകാരി സാറയും കൂടി ചാവണം. അതിനുള്ള വഴിയും ഞാൻ ഏർപ്പാടാക്കിയിട്ടുണ്ട്. തട്ടിയോടാ അവളെ. എത്ര തട്ടിയിട്ടും വാതിൽ തുറക്കുന്നില്ല സാർ. തട്ടാതെ കതവ് പൊളിച്ച് അകത്ത് കയറി കൊല്ലടാ അവളെ. ശരി സാർ. നടക്കടാ. ഇല്ലെങ്കിൽ ഇവളുടെ തല പൊട്ടിച്ചെതറും.
എന്തൊക്കെയായാലും സാര ജോലിയിൽ നിന്ന് റിസൈൻ ചെയ്ത് ശരിയായില്ല. ശത്രുക്കൾ എതിർപ്പുകൾ ഒരുപാടുണ്ടെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാ ഞാൻ ഈ കാക്കി അണിഞ്ഞത്. പക്ഷേ കാക്കി അണിഞ്ഞവര് തന്നെ ശത്രുക്കളായ ഹൗ ക്യാൻ ഐ കണ്ടിന്യൂ മൈ ജോബ്? അതെ, മോള് പറഞ്ഞത് വളരെ ശരിയാണ്. അങ്കിൾ പ്ലീസ്, ആ സൂര്യദാസിന്റെ ആളുകൾ ഇവിടെ പിന്നാലെ ഉണ്ട്. ഇന്ന് ഇവിടെ നമുക്ക് രക്ഷിക്കാനായി, പക്ഷെ എന്നും അതിന് കഴിഞ്ഞെന്ന് വരില്ല. ഞാനൊരു കാര്യം പറയട്ടെ, സൈറെ ഇവിടെ നമ്മുടെ കൂടെ നിർത്തിക്കൂടെ? അതൊന്നും വേണ്ട അങ്കിൾ. ഡാ, ഈ അവസ്ഥയിൽ നമ്മളോട് അവളെ കൈയൊഴിഞ്ഞാൽ വേറെ ആരും രക്ഷിക്കാൻ ഉണ്ടാവില്ല. ബട്ട് ഇറ്റ്സ് നോട്ട് പ്രാക്ടിക്കൽ. ഞാൻ പറയുന്നത് നീ കേക്ക്. നോ അങ്കിൾ, ജോർദന് താല്പര്യമില്ലെങ്കിൽ പിന്നെ നിർബന്ധിക്കണ്ട. എന്നെ ഓർത്ത് അങ്കിള് വിഷമിക്കണ്ട. ഞാൻ പോകുന്നു. അങ്കിൾ, അവളോട് നിൽക്കാൻ പറ. അവള് നിന്നു. ഇനി അങ്ങോട്ട് സാരി നമ്മോടൊപ്പം ഉണ്ടാവും. സഖി നിന്റെ നീലമിഴികളിൽ കടലാഴമിന്നു കണ്ടു ഞാൻ. സഖി നിന്റെ നീലമിഴികളിൽ കടലാഴമിന്നു കണ്ടു ഞാൻ. ചുണ്ടിണകൾ നിന്റെ പേരിൽ മന്ത്രജപമാലയാ. വിരഹമുകിൽ വാടി ഇന്ദ്രധനുസായി നീ. സഖി നിന്റെ നീലമിഴികളിൽ പുതുമഞ്ഞു നീരിലാണു നീ. നിന്റെ വഴി തോറുമേതോ മലര് വാസമായി ഞാൻ. പുഞ്ചിരിയിൽ ഇന്ദ്രജാലം കണ്ടു കൊതി കൊണ്ടു ഞാൻ. എൻ ഹൃദയ തന്ത്രിയിൽ പ്രണയമഴ കൊണ്ടു നീ. മന്ത്രമധുരങ്ങളാം മഞ്ചരികൾ നെയ്തുവോ. സഖി നിന്റെ നീല
ഞങ്ങൾ ജയിക്കാൻ ഇണ്ടക്കി വാടാ.
വിഷപ്പാമ്പുകളെ പാമ്പുകളെ പാമ്പുകളെ ചുട്ടഴിക്കണം 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 ചുട്ടഴിക്കണം. അച്ഛനെ കൊള്ളി വെക്കേണ്ടത് മക്കളായിരിക്കണം. പക്ഷെ ആ ജോർഡാൻ എന്റെ അച്ഛനെ കൊണ്ട് എന്റെ അനിയനെ കൊള്ളി വെപ്പിച്ചു. നിനക്ക് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് കിട്ടുന്നത് നക്കാപ്പിച്ച കാശും ഈ അലക്കി തേച്ച കാക്കി മാത്രമല്ലടാ. കാറ്, ബംഗ്ലാവ്, എല്ലാ സുഖങ്ങളും എന്റെ കാശാ. എന്റെ കാശാടാ. എന്തിന് എന്തിന് എന്റെ അനിയന്റെ ബോഡിക്ക് സല്യൂട്ട് അടിക്കാനാ? എന്നെ വിശ്വസിക്കേ, അവനെ ഞാൻ തീർത്തേക്കാം. അവന്റെ അപ്പൻ അലക്സാണ്ടറുടെ കല്ലറ കുത്തി തുറന്ന് അവനെ അതിന്റെ അകത്തിട്ട് മൂടി നെഞ്ചത്തൊരു റീത്തും വെച്ചിട്ടേ ഈ വിക്രം ദാസ് ഇനി ഈ കളമൊഴിയുന്നുള്ളൂ. എന്താ അങ്കിൾ? അങ്കിൾ അല്ല മരുമകനെ, അമ്മാവനെ ഞാൻ പൊക്കി. ഒരു രസം ബാബാ, എന്റെ അനിയന്റെ കഥ കഴിച്ച സന്തോഷത്തിലല്ലേ നീ? ആ കഥയുടെ സെക്കൻഡ് പാർട്ടാടാ ഈ വിക്രം ദാസ്. നീ ഞൊട്ടിയത് എന്റെ ചങ്കലിട്ടാ ചക്കരെ. ഉന്നെ പാക്കണമെന്ന് ரொம்ப ആസை இருக்குடா. ജൽദിയാവും. ഇല്ല ബിസ്മി ചൊല്ലി കാദറിന്റെ കഴുത്തറക്കും ഞാൻ. ജോർദാനെ, അമ്മാവന്റെ ഡെത്ത് ലൈവായിട്ട് കാണിക്കാം. വാ വാടാ അമ്മാവനെ. വിട് അങ്കിളിനെ വിട്, അല്ലെങ്കിൽ നിന്റെ എച്ചിൽ തിന്ന് കൊഴുത്തവനെ ഞാനങ്ങ് തീർക്കും. ഒന്നും ചെയ്യരുത്, ഒന്നും ചെയ്യരുത്. ഞാൻ റിലീസ് ചെയ്യാം, ഞാൻ റിലീസ് ചെയ്യാം.
ഇവൻ ആരടാ? എന്റെ അമ്മായപ്പനോ അതോ അളിയനോ? ഹെ, നീ ഇവനെ കാണിച്ച് എന്നെ കോണാപ്പിക്കാൻ? അല്ലടാ, നിന്റെ തലയിൽ എന്തോ കളിമണ്ണോ അതോ ആമക്കാട്ടോ? മോനെ ത്രിവിക്രമ, എന്റെ അങ്കിളിനെ കൊല്ലുന്നതിന് മുൻപ് നിന്റെ തന്തയൊന്ന് വിളിക്കടാ. ഇപ്പൊ ഞാൻ എന്തിന് എന്റെ അച്ഛനെ വിളിക്കണം? നീ ഇത്രയും നാള് വിളിച്ചതൊരു വിളിയല്ലടാ, ഇനി വിളിക്കാൻ പോകുന്നതാണ് ശരിക്കുള്ള വിളി. ആ എന്താ മോനെ? നിന്റെ അപ്പൻ അണിഞ്ഞിരിക്കുന്ന തിരുവസ്ത്രം ബ്ലാക്ക് പാൻസും റെഡ് ഷർട്ടാണോ ചോദിക്കടാ. അച്ഛാ, അച്ഛൻ ഇപ്പൊ ഇട്ടിരിക്കുന്നത് ബ്ലാക്ക് പാൻസും റെഡ് ഷർട്ടും ആണ്. അതെ. അപ്പന്റെ ഇടതും വലുതും 2 ഫിഗേഴ്സ് കൂടി ഉണ്ടോന്ന് ചോദിക്കേ. അച്ഛന്റെ കൂടെ 2 പെൺകുട്ടികളുണ്ടോ? എന്താടാ അച്ഛനോടാണോ ഇങ്ങനെ? ലെഫ്റ്റില് ജൂലി, റൈറ്റില് സൂസി. ചോദിക്കേ. അച്ഛാ, ലെഫ്റ്റില് ജൂലി, റൈറ്റില് സൂസി. സൂസി? ജൂലി? നീ എങ്ങനെ അറിഞ്ഞു? സ്പ്രിംഗ് ഹോട്ടലിലാണോ ഇരിക്കുന്നത് ചോദിക്കടാ. അച്ഛൻ ഇപ്പോ സ്പ്രിംഗ് ഹോട്ടലിലാണോ? ഇതൊക്കെ നിനക്ക് എങ്ങനെ അറിയാം? നീ ഇവിടെ ഉണ്ടോ? പറ, നീ ഇവിടെ ഉണ്ടോ? നീ അവിടെ ഇല്ല, പക്ഷെ എൻ്റെ ആളുകൾ അവിടെ ഉണ്ട്. നീ ഇവിടെ ഒരു വെടി പൊട്ടിച്ചാൽ അവിടെ തൃശ്ശൂർ പൂരത്തിന്റെ 7 നിലാമിട്ട് പൊട്ടും. ഇരുട്ടിനെ പൂട്ടാനോ ജനിച്ചവൻ ഞാൻ, തനിച്ചൊരു ലോകത്തെ ജയിച്ചവൻ ഞാൻ. ചെറുക്കുവാൻ പോരല്ലേ പിഴയ്ക്കുമേ ഞാൻ, പഴച്ചവൻ നേരിട്ടിന്നയച്ചവൻ ഞാൻ. നല്ലവൻ നീയെങ്കിൽ പരമരുളും ഞാൻ, വില്ലനോ നീയെങ്കിൽ കുലവിളി ഞാൻ. എന്നെ നീ മാനിച്ചാൽ ഉയരെ തരും ഞാൻ, എന്നെ നീ നിന്ദിച്ചാൽ ഉടലറിയും ഞാൻ. സ്നേഹമായി നിന്നെന്ന കരുണ തരും ഞാൻ, വേഷമോ കാണിച്ചാൽ മരണം തരും ഞാൻ. കരുക്കളെ നീക്കാനോ പഠിച്ചവൻ ഞാൻ, കളിക്കളം നേടാനോ മിടുക്കണി ഞാൻ. ഒരിക്കലോ തെറ്റിച്ചാൽ കുറുക്കുമി ഞാൻ, പലപ്പോഴത്തു തെറ്റിച്ചാൽ കുടുക്കിടും ഞാൻ. വിഷ്ണുരാജ്. താങ്ക് യു. വളരെ സന്തോഷം അപ്പോയിന്റ്മെന്റ് കിട്ടിയതിൽ. കം ടു ദ മാറ്റർ. എന്റെ ബിസിനസ്സിൽ കുറെ നാളുകളായി എനിക്ക് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഒരുത്തനുണ്ട്. അവനെ കൊണ്ട് എനിക്ക് ഒരുപാട് നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എങ്ങനെയെങ്കിലും അവനെ ഒന്ന് ഫിനിഷ് ചെയ്യണം. അത് ജോർദാനെ കൊണ്ട് കഴിയൂ. ദേവരാജ്. ഡീറ്റെയിൽസ്. ഈ അസൈൻമെന്റിന് നിങ്ങൾ പറയുന്ന പ്രതിഫലം. ദിസ് ഈസ് ഓൺലി ആൻ അഡ്വൈസ്. ഇങ്ങനെ ചിരിക്കാൻ ഞാൻ പറഞ്ഞ തമാശയൊന്നുമല്ല. തമാശ തന്നെ മിസ്റ്റർ സ്റ്റീഫൻ ആന്റണി. നിങ്ങളുടെ യഥാർത്ഥ പേര് വിഷ്ണുരാജേ അല്ല, സ്റ്റീഫൻ ആന്റണി. അസിസ്റ്റന്റ് കമ്മീഷണർ സ്റ്റീഫൻ ആന്റണി. എന്ന് മുതലാണ് ഈ ഇല്ലീഗൽ ബിസിനസ്സിൽ ഇറങ്ങിയത്? ഫ്ലോറ, യുവർ സ്വീറ്റ് വൈഫ്, ജെറി ആൻഡ് ജോളി,
നിങ്ങളുടെ 2 കുട്ടികളും ഊട്ടി ലിറ്റിൽ ഫ്ലവറിൽ പഠിക്കുന്നു. ജോർഡൻ, സൂര്യദാസ്, വിക്രംദാസ്. ഇവരുടെ കേസ് അന്വേഷിക്കാൻ ഇന്നലെ കൃത്യം 10:30 കൊച്ചിയിൽ ACP സ്റ്റീഫൻ ആന്റണി ചാർജ് എടുത്തു. ജോർദൻ, ഞാൻ വിചാരിച്ചിലേറെ ഷാർപ്പാണ് നീ. എന്റെ ലക്ഷ്യം നീയല്ല, സൂര്യദാസും അവന്റെ മകൻ വിക്രംദാസുമാണ്. എനിക്കവരെ വേണം. ബട്ട് അതിനുള്ള ഒരു എവിഡൻസും ഞങ്ങളുടെ ഡിപ്പാർട്ട്മെന്റ് കിട്ടിയിട്ടില്ല. നിന്റെ ഗ്രാൻഡ് ഫാദറിനെ കൊന്നത് സൂര്യദാസിന്റെ ഫാമിലിയാണെന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം. സോ സൂര്യദാസിനെതിരെ ഒരു ചെറിയ കംപ്ലൈന്റ് എനിക്ക് തരണം. അറ്റ് വെരി നെക്സ്റ്റ് മൊമെന്റ് അവനെ ഞാൻ പൊക്കിയിരിക്കും. ഞാനോ എൻ്റെ അപ്പൻ അലക്സാണ്ടർ ഇതുവരെ പോലീസിനെ വിശ്വസിച്ച് ജീവിച്ചിട്ടില്ല. ഇനി ജീവിക്കാനും പോകുന്നില്ല. സൂര്യദാസിനെതിരെ കംപ്ലൈന്റ് പോലീസിനാണ് ആവശ്യം. ജോർദാന് അതിൻ്റെ ആവശ്യം. നൈസ് മീറ്റിംഗ് യു മിസ്റ്റർ സ്റ്റീഫൻ ആന്റണി. മേഘത്തിൻ മീതയാ മാനത്തെ നാഥനാ ലോകത്തിൻ സൂര്യനോ നീ. സ്നേഹത്തിൻ മന്നവൻ കോപത്തിൻ ഭൈരവൻ ദൈവത്തിൻ നാട്ടിലെ ഞാൻ. കൈകരുത്തിൽ ഭൂലോകം പിടിച്ചെടുക്കാൻ നെഞ്ചാകെ തീതിറയ്ക്കും വീരല്ലോ നീ. കൈ നൊടിക്കും വേഗത്തിൻ ജോർദൻ, തുളസി പാർക്കിൽ ഇരിക്കാം. ഉടനെ വാങ്ങ. സാമ്രാജ്യം ഞാൻ. മേഘത്തിൻ മീതയാ മാനത്തെ നാഥനാ ലോകത്തിൻ സൂര്യനോ നീ. സ്നേഹത്തിൻ മന്നവൻ കോപത്തിൻ ഭൈരവൻ ദൈവത്തിൻ നാട്ടിലെ ഞാൻ. Jaruki mugal burari mata na fria en alguna barana. Second run, I'm talking run. You pop it rum, life is awesome. I'm an awesome and outlaw son. Ain't no Rick Ross, but I'm on one. Tunga nakuha acharu mecharu mukha tamondi da samjena. And I mean what I say what I mean. പകൽ പെണ്ണവളുടെ വെയിൽ തുല്ലിയുടെ പവൻ നൽകുമറച്ചൻ. കടൽ താണ്ടുമൊരു കൊടുങ്കാറ്റവന് തുടൽ തീർക്കുമസുരൻ. വെല്ലുവാൻ പോരും വല്ലരെ നീ എൻ കയ്യിലോ ഞങ്ങു പാവം. Sing along. Na 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 na. സ്വയം നിട്ടുമിരുഖരം കൊണ്ട പുതുയുഗം കാട്ടോ മതിപ്പൻ. നയം നീതിയുടെ നയം ചീറ്റുമൊരു മകൻ ശംഖുവരയൻ. തോക്കുവാൻ പോരും ഭീകര നിന്റെ ജാതകം കീറും വീരൻ ഞാൻ. കൈ നൊടിക്കും വേഗത്തിൻ കുമിഞ്ഞു കൂടും സമ്പത്തിൽ മോടി കൂട്ടും സാമ്രാജ്യം ഞാൻ. കൈകരുത്തിൽ ഭൂലോകം പിടിച്ചെടുക്കാൻ നെഞ്ചാകെ തീതിറയ്ക്കും വീരല്ലോ നീ. na 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 na
என்ன விக்ரம் தாஸ், ஜோர்தனை தேடுறியா? ஜோர்தனை அப்புறம் தேடலாம், முதல்ல உங்க அப்பாவை தேடு. ഹലോ. എടാ, നീ നിന്റെ തന്ത അന്വേഷിക്കണ്ട. നിന്റെ തന്ത ഇപ്പൊ പരലോകത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. എന്താ നീ പറയുന്നത്? നിന്റെ തന്ത ഓടിക്കുന്ന വണ്ടിയിൽ ഞാനൊരു ബോംബ് വെച്ചിട്ടുണ്ട്. വണ്ടി ഓടുന്നത് വരെ നിന്റെ തന്തയുടെ ജീവൻ ഓടും. വണ്ടി നിന്നാൽ ബ്ലാസ്റ്റ്. എടാ ജോർദാൻ, എന്റെ അച്ഛൻ എവിടെ ഉണ്ട്? വല്ലാർപാടം വെഹിക്കിൾ നമ്പർ 9326. ഒന്ന് രക്ഷകടാ. ഗുഡ് ബൈ. ഞാനെങ്ങനെയാ സാറിന്റെ മുമ്പിൽ ഇരിക്കുന്നത്? പറഞ്ഞില്ലേ സീറ്റിലിരിക്കുക. വേണ്ട സാർ, ഞാനിവിടെ പറഞ്ഞില്ല സീറ്റിലിരിക്കാൻ. ഞാനൊരു പ്രധാനപ്പെട്ട കാര്യം പറയാൻ വന്ന. എന്താ? നിന്റെ കൂടെയുള്ള ഒരാൾ ജോർദന്റെ ആളാ. എന്തിന്? ഇവനുമാവാ. സത്യോട് ഞാനല്ല സർ, ഞാനല്ല. സത്യോട് ഞാനല്ല സർ. പിന്നെ നിനക്കെന്താണ് ഇവിടെ പരിപാടി? പോയി ആ കൂട്ടത്തിൽ നിൽക്കടാ. ഓടാ. നിന്റെ അച്ഛന്റെ മരണത്തിൽ എനിക്ക് വല്ലാത്ത ദുഃഖമുണ്ട്. നിന്റെ കൈകൊണ്ട് മരിച്ചില്ലെന്ന ദുഃഖമോ? സൂര്യദാസിനെ കൊന്ന ജോർദനെ വെറുതെ വിടാൻ പാടില്ല. നീ എനിക്കൊരു കംപ്ലൈന്റ് താ. നിന്റെ കൺമുന്നിൽ വെച്ച് പേപ്പട്ടിയെ തല്ലുന്ന പോലെ തല്ലിക്കൊണ്ട് പോകും ഞാൻ അവനെ. അല്ലെങ്കിൽ പറ, എൻകൗണ്ടറിൽ ഫിനിഷ് ചെയ്യാം. ഞാൻ സിംഹമാണെങ്കിൽ ജോർദാനും സിംഹം. സിംഹം സിംഹത്തിന്റെ കൈകൊണ്ട് ചാവണം. കണ്ട കുറുക്കന്റെ നായുടെയും കൈകൊണ്ട് ചാവാറില്ല. പാമ്പ് കടിച്ചാലും സിംഹം ചാകും മോനെ.
വിക്രം ദാസ്. എന്റെ അച്ഛനെ കൊന്ന് നീ എനിക്ക് കാണിച്ചു തന്ന അതേ കാഴ്ച ഖാദറിനെ കൊന്ന് ഞാൻ നിനക്ക് കാണിച്ചു തരാണ്. ലൊക്കേഷൻ പറയാം കേട്ടോ. എന്നെ കൊന്നുകൊണ്ടൊന്നും അവന്റെ സാമ്രാജ്യം തകരില്ല, തകർക്കാനാവില്ല. കൊല്ലണേ. ഓക്കെ, ഗുഡ് ലക്ക് അമ്മാവ. സർ, ഗുഡ് ജോബ് സർ. ഇതുവരെ നീ ഡ്യൂട്ടിയിലില്ലാത്ത പോലെ എല്ലാവരും വിശ്വസിപ്പിച്ചു. കൺഗ്രാറ്റ്സ്. താങ്ക് യു സർ. പറഞ്ഞതുപോലെ എവിഡൻസ് കൊണ്ടുവന്നിട്ടുണ്ടോ? കൊണ്ടുവന്നിട്ടുണ്ട് സർ. ഗിവ് മീ. സർ, ജോർദനൊന്നും സംഭവിക്കാൻ പാടില്ല. ഇക്കാര്യത്തിൽ ഡിപ്പാർട്ട്മെന്റിന്റെയും ജോർദന്റെയും ലക്ഷ്യം ഒന്ന് തന്നെയാണ്. സോ ജോർദനൊന്നും സംഭവിക്കില്ല. ടേക്ക് ദ എവിഡൻസ്. ഈ എവിഡൻസ് മതി. ഇനിയാണ് സ്റ്റീഫൻ ആന്റണിയുടെ കളി. आपका काम हो जाएगा. हमने कह दिया ना, काम हो जाएगा. You are under arrest. നീ വിചാരിച്ച ഉടൻ എന്നെ അങ്ങ് കൂട്ടിക്കൊണ്ടുപോവാൻ ഞാൻ എന്താ പീസോ? എനി എവിഡൻസ് അല്ലെങ്കിൽ അറസ്റ്റ് വാറന്റ്? നീ ഇങ്ങനെ കൈയും വീശി വന്ന എങ്ങനെയാ സാറേ? കൈയും വീശി വന്നതല്ല മോനെ, നീ വളരെ കാര്യമായിട്ട് ചോദിച്ചില്ലേ? വാറന്റ്, അറസ്റ്റ് വാറന്റ്. നീ ചെയ്ത എല്ലാ മർഡറിന്റെ എവിഡൻസ് എന്റെ കയ്യിലുണ്ട്. കാണും. അപ്പോ എന്റെ പൊന്നു പീസ് ഏറെ പിടിക്കാതെ ഈ ചേട്ടനോട് വാ. ഇല്ലെങ്കിൽ ഈ പീസ് പീസാകും. നടക്കടാ.
നിന്നെ അറസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് അവനെ ഞാനങ്ങ് പോകും. ഇത്ര പെട്ടെന്ന് എന്റെ ഡ്യൂട്ടി അവസാനിക്കുമെന്ന് ഞാൻ കരുതിയില്ല. കേരടാ അങ്ങോട്ട്. ഹാപ്പി ജേർണി. ഉള്ളിൽ പോകുന്നതിൽ എനിക്ക് വിഷമമൊന്നുമില്ല. പക്ഷേ നിന്നെ കൊല്ലാതെ പോകുന്നതിലായിരുന്നു എനിക്ക് വിഷമം. സോ ഇനി എനിക്ക് സന്തോഷത്തോടെ യാത്രയാവാം. ഗുഡ് ബൈ ജോർദാൻ. നീ ഇതുവരെ പറഞ്ഞത് എന്റെ ഡയലോഗാ. സാർ എന്റെ കർത്താവേ. കൊള്ളാം. നിർത്തണ്ട, നീ വണ്ടി വിട്. ഓടാ.
എന്താ സർ, വിക്രംദാസിനെ ജോർദാൻ കൊന്നല്ലോ. അതിന് താൻ എന്തിനാണോ ടെൻഷൻ ആവുന്നേ? ഇനി നമ്മൾ എന്താ ചെയ്യാ സർ? എന്ത് ചെയ്യാനാ? വിക്രംദാസിനെ കൊന്നിട്ട് ജോർദാൻ എസ്കേപ്പ്. ഇനി പോലീസുകാർ നമ്മൾ അവനെ അന്വേഷിച്ചുകൊണ്ടേയിരിക്കും. ഇൻവെസ്റ്റിഗേഷൻ. ഇരുട്ടിനെ പൂട്ടാനോ ജനിച്ചവൻ ഞാൻ, തനിച്ചൊരു ലോകത്തെ ജയിച്ചവൻ ഞാൻ, ചെറുക്കുവാൻ പോരല്ലേ പിഴയ്ക്കുമേ ഞാൻ, പടച്ചവൻ നേരിട്ടിന്നയച്ചവൻ ഞാൻ, നല്ലവൻ നീയെങ്കിൽ പരമരുളും ഞാൻ, വില്ലനോ നീയെങ്കിൽ കുലവിളി ഞാൻ, എന്നെ നീ മാനിച്ചാൽ ഉയരെ തരും ഞാൻ, എന്നെ നീ നിന്ദിച്ചാൽ ഉടലറിയും ഞാൻ, സ്നേഹമായി നിന്നാൽ കരുണ തരും ഞാൻ, വേഷമു കാണിച്ചാൽ മരണം തരും ഞാൻ, കരുക്കളെ നീക്കാനോ പഠിച്ചവൻ ഞാൻ.